അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ കാരുണ്യവാനായ റബ്ബിൻ്റെ പല തരത്തിലും വിധത്തിലും സ്വഭാവ വിശേഷണങ്ങളും കഴിവുകളുമൊക്കെയുള്ള കോടിക്കണക്കിന് സൃഷ്ടിജാലങ്ങൾ ഉണ്ട്. ഈ സൃഷ്ടികളുടെ കൂട്ടത്തിൽ താരതമ്യേന ഉയർന്നു നിൽക്കുന്നവർ എന്ന് നമ്മൾ പറയാറുള്ളത് നമ്മൾ മനുഷ്യരെക്കുറിച്ച് തന്നെയാണ്. മനുഷ്യനെ മറ്റു കോടിക്കണക്കിന് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് എന്ത് എന്ന ചോദ്യത്തിന് പലപ്പോഴും നമ്മൾ പറയാറുള്ളൊരു മറുപടി മനുഷ്യന് വിശേഷ ബുദ്ധിയുണ്ട് എന്നുള്ളതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്ന, എല്ലാ നന്മയിലേക്കും ഒരു മനുഷ്യനെ കൈപിടിച്ചുയർത്തുന്ന, നീചകൃത്യങ്ങളിൽ നിന്ന് വൃത്തികേടുകളിൽ നിന്ന് മനുഷ്യനെ തടയുന്ന അടിസ്ഥാനപരമായ ഒരു ഗുണം എന്ന് പറയുന്നത് വിശേഷബുദ്ധിയല്ല, ലജ്ജ എന്ന് പറയുന്ന ഒരു ഗുണമാണെന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് അത്തരം ചില പ്രയോഗങ്ങൾ തന്നെയുണ്ട്. സത്യവിശ്വാസികൾ എന്ന നിലയ്ക്ക് പ്രത്യേകിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അനിവാര്യമായും ഉണ്ടാകേണ്ടുന്ന ഒരു ഗുണമാണ് ലജ്ജ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്, ഇന്നലി കുല്ലി ദീനിൻ ഖുലുക, എല്ലാ ദീനിനും ഒരു സ്വഭാവമുണ്ട്, എല്ലാ മതത്തിനും ഒരു സ്വഭാവമുണ്ട്. വഖുലുഖുൽ ഇസ്ലാമി അൽ ഹയാ, ഇസ്ലാമിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ലജ്ജയാണ് എന്നാണ്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നൽ ഹയാ ശുഅബത്തും മിനൽ ഈമാൻ, തീർച്ചയായും ലജ്ജ എന്ന് പറയുന്നത് അത് ഈമാനിൻ്റെ ഒരു ഭാഗമാണ്. ലജ്ജ എന്നുള്ളത് ഈമാനിൻ്റെ ഒരു ശാഖയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സാഹചര്യത്തിൽ ലോകത്തെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ്റെ സംസ്കാരത്തെയും അവൻ്റെ പ്രവർത്തനങ്ങളെയും ചിന്തകളെയും ഒക്കെ പൂർണ്ണമായും ഭംഗിയുള്ളതാക്കുന്നതിൽ, സൗന്ദര്യമുള്ളതാക്കുന്നതിൽ ലജ്ജ എന്ന് പറയുന്ന സ്വഭാവ ഗുണത്തിന് വലിയ പങ്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളെയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും ഒക്കെ സൗന്ദര്യമുള്ളതാക്കുന്നത്, ഭംഗിയുള്ളതാക്കുന്നത് ഈ ലജ്ജ എന്ന് പറയുന്ന ഒരു അടിസ്ഥാന ഗുണമാണ്. അതില്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ചിന്തകളും നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാം സൗന്ദര്യമില്ലാത്ത, ഭംഗിയില്ലാത്ത പ്രവർത്തനങ്ങളും ചിന്തകളുമായിട്ട് മാറുമെന്നാണ് ഈ പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ലജ്ജ എന്ന് പറഞ്ഞാൽ? ഹയാ എന്നാണ് അറബി ഭാഷയിൽ ലജ്ജയ്ക്ക് വേണ്ടി പ്രയോഗിക്കാറുള്ളത്. നാണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ലജ്ജയെക്കുറിച്ച് പറയുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക രണ്ട് ചിന്തകളാണ്. ഒന്ന്, നാണം കുണുങ്ങൽ, മറ്റുള്ള ആളുകളിലേക്ക് മുമ്പിൽ പോകാൻ, മറ്റുള്ളവരോട് സംസാരിക്കാനൊക്കെ ഉള്ള ഒരു നാണമുണ്ടല്ലോ, ഇതാണ് നമ്മുടെ മനസ്സിലേക്ക് ലജ്ജ എന്ന് പറയുമ്പോൾ കടന്നു വരാറുള്ളത്. മറ്റൊന്ന്, മറ്റുള്ള ആളുകൾക്ക് മുമ്പിൽ നമ്മുടെ ഔറത്ത്, നമ്മുടെ സ്വകാര്യതയൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ, ഇതാണ് യഥാർത്ഥത്തിൽ ലജ്ജ എന്ന് പറയുമ്പോൾ സാമാന്യം നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരാറുള്ളത്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ, പ്രവാചക വചനങ്ങളിൽ ലജ്ജയെക്കുറിച്ച് പഠിപ്പിച്ചിടത്ത് ഇത് രണ്ടുമല്ല. ഹയാ എന്ന് വിശദീകരിച്ചിടത്ത് ഈ നാണം കുണുങ്ങുന്നതിനെ കുറിച്ചല്ല ലജ്ജ എന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ, പടച്ച റബ്ബ് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ
എന്താണോ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് ആ ഗുണത്തെയാണ് ലജ്ജ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അള്ള ഇഷ്ടപ്പെടാത്ത, പടച്ച റബ്ബ് അംഗീകരിക്കാത്ത, അള്ള വിലക്കിയ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നൊരു ഗുണമുണ്ടല്ലോ, അതിനെയാണ് യഥാർത്ഥത്തിൽ ലജ്ജ എന്ന് ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് നമുക്ക് പഠിക്കാൻ കഴിയുക. അതല്ലാതെ പലരും വിചാരിച്ചതുപോലെ ജനങ്ങളിൽ നിന്ന് അകന്നു മാറി ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു നാണം കുണുങ്ങിയായിട്ട് ഇരിക്കുന്നതിൻ്റെ പേരല്ല. ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മുഴുവൻ സ്പർശിക്കുന്നതും ഒരു വിശ്വാസി ഇടപെടുന്ന മുഴുവൻ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുമായ ഒരു മഹത്തായ സ്വഭാവ സംസ്കാരത്തെക്കുറിച്ചാണ് ലജ്ജ എന്ന് ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഒരു മനുഷ്യൻ്റെ സംസ്കാരത്തെയും അവൻ്റെ പ്രവർത്തനങ്ങളെയും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനെയൊക്കെ പൂർണ്ണമായും സൗന്ദര്യവൽക്കരിക്കുന്നതിൽ, നമ്മുടെ പ്രവർത്തനങ്ങളെ, നമ്മുടെ ചിന്തകളെയൊക്കെ സൗന്ദര്യവൽക്കരിക്കുന്നതിൽ യഥാർത്ഥത്തിൽ ഈ ലജ്ജ എന്ന് പറയുന്ന ഗുണത്തിന് വളരെ വലിയ പങ്കുണ്ട് എന്ന് തന്നെയാണ് ചില മഹാന്മാർ പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ പ്രകൃതിക്ക് ചേരാത്ത കാര്യങ്ങളിൽ നിന്ന് മനുഷ്യനെ തടയുന്ന എല്ലാവിധ നന്മകളും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ആന്തരിക സുരക്ഷാപടനാണ് ലജ്ജ എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ പ്രകൃതിക്ക് ചേരാത്ത കാര്യങ്ങളിൽ നിന്ന് മനുഷ്യരെ തടഞ്ഞു നിർത്തുന്ന, മനുഷ്യൻ്റെ അകത്തു തന്നെ നിലകൊള്ളുന്ന ഒരു ആന്തരിക സുരക്ഷാപടനാണ് ലജ്ജ എന്നൊക്കെ ആലങ്കാരികമായി ഈ ലജ്ജയെക്കുറിച്ചുകൊണ്ട് മഹാന്മാരായ ആളുകൾ പഠിപ്പിക്കുന്നതായിട്ടൊക്കെ കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എല്ലാ നന്മകളിലേക്കും വഴി കാണിക്കാൻ ലജ്ജാശീലത്തിന് കഴിയും, അത് നന്മയല്ലാതെ വരുത്തില്ല എന്നാണ്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിഖൈർ. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അവൻ ലജ്ജാശീലം കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ, ലജ്ജ കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അവൻക്ക് നന്മയല്ലാതെ അത് കൊണ്ടുവരികയില്ല എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നന്മകൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ, തിന്മയോട് അവന് പിന്തിരിഞ്ഞു നിൽക്കണമെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടുന്ന ഒരു ഗുണമാണ്, മൂല്യമാണ് യഥാർത്ഥത്തിൽ ലജ്ജ എന്ന് പറയുന്നത്. മഹാന്മാർ പഠിപ്പിക്കുന്നത്, മുത്തുകൾ കോർത്ത് വെക്കപ്പെട്ട ഒരു ചരട് പോലെയാണത്രേ ലജ്ജ. ഒരു ചരടിൽ, ഒരു കയറിൽ, ഒരു നൂലിൽ ഒരുപാട് മുത്തുകൾ, ഒരു മാലയിലെ മുത്തുകൾ അങ്ങനെ കോർത്ത് വെച്ചാൽ എങ്ങനെ ഉണ്ടാകും? അതുപോലെയാണ് ലജ്ജ. ആ ചരടങ്ങോട്ട് പൊട്ടിയാൽ മുത്തുകളെല്ലാം ആ ചരടിൽ നിന്ന് ഓരോന്നോരോന്നായി ഊരിപ്പോകുന്നത് പോലെ ലജ്ജ എന്ന് പറയുന്ന ഒരു ഗുണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലില്ലെങ്കിൽ ചരട് പൊട്ടിയ മുത്തുമാലയിൽ നിന്ന് മുത്തുകൾ ചിതറി വീഴുന്നത് പോലെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് നന്മകൾ മുഴുവനും ചിതറിത്തെറിച്ചു പോകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ലജ്ജ എന്ന് പറയുന്ന ഒരു ഗുണം ഇല്ലാതാകുന്നതോടുകൂടി തിന്മകൾ ചെയ്യാനുള്ള മാനസികമായ അറപ്പും വെറുപ്പും ഇല്ലാതാകുമെന്നാണ് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ചിലപ്പോഴൊക്കെ മനുഷ്യ സഹജമാണല്ലോ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പിശാച് അവസരങ്ങൾ ഒരുക്കി തരുമ്പോൾ അതിൽ നിന്ന് പിന്തിരിയാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. എന്താ? ചിലപ്പോൾ അതിനോട് അറുപ്പും വെറുപ്പും തോന്നും. ചില തെറ്റുകളോട്, ചില നിലപാടുകളോട്, ചില സമീപനങ്ങളോട്, ചില ചിന്തകളോട്, ചില ആഗ്രഹങ്ങളോട്, ചില വർത്തമാനങ്ങളോട്, ചില കാഴ്ചകളോട്, ചില കേൾവികളോടൊക്കെ നമുക്ക് അറുപ്പും വെറുപ്പും തോന്നുന്നത് എന്തുകൊണ്ടാണ്? ലജ്ജ എന്ന് പറയുന്ന ഗുണം നമുക്കുള്ളത് കൊണ്ടാണ്. മഹാന്മാർ പഠിപ്പിക്കുന്നത്, ലജ്ജയില്ലെങ്കിൽ ഒരു മുത്തുമാലയിൽ നിന്ന് ചരട് പൊട്ടിയാൽ അതിലെ മുത്തുകൾ എങ്ങനെ ഓരോന്നോരോന്നായി ഉതിർന്നു വീഴുമോ, അതുപോലൊരു മനുഷ്യ ജീവിതത്തിൽ നിന്ന് നന്മകൾ മുഴുവനും ഒന്നൊന്നായി ഉതിർന്നു വീണുകൊണ്ടിരിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. ഹദീസുകളിൽ കാണാൻ കഴിയും, ഈ ലജ്ജയുടെ അഭാവം, ലജ്ജാശീലത്തിൻ്റെ അഭാവം ഒരു മനുഷ്യൻ്റെ ധാർമ്മിക ജീവിതത്തെ
എങ്ങനെയാണ് നശിപ്പിച്ചു കളയുക എന്ന് സുദീർഘമായൊരു ഹദീസിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തരുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ തട്ടിച്ചു വെക്കേണ്ടതാണ്. ഇന്നല്ലാഹ ഇദാ അറാദ ബിഅബ്ദിൻ ഹലകൻ നസറ മിൻഹുൽ ഹയാ. അല്ലാഹു ഒരു മനുഷ്യനെ വെറുത്താൽ, അല്ലാഹു ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവനിൽ നിന്ന് ആദ്യമായിട്ട് അല്ലാഹു എടുത്തു കളയുക ലജ്ജാശീലമാണെന്നാണ്. നോക്കൂ നിങ്ങൾ, എത്ര വല്ലാത്തൊരു വർത്തമാനമാണ്. ഒരു മനുഷ്യനെ അല്ലാഹു വെറുത്താൽ, വെറുക്കുക മാത്രമല്ല ഒരാളെ നശിപ്പിക്കണമെന്നല്ല ഉദ്ദേശിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ നിന്ന് പടച്ച റബ്ബ് ഏറ്റവും ആദ്യമായിട്ടെടുത്തു കളയുന്ന, ഊരിക്കളയുന്ന ക്വാളിറ്റി എന്ന് പറയുന്നത് നാണമാണ്, ലജ്ജാശീലമാണെന്നാണ് പറയുന്നത്. എന്നിട്ട് ആ ഹദീസിൻ്റെ ബാക്കി ഭാഗം ഇങ്ങനെയാണ്: അങ്ങനെ ലജ്ജ അവനിൽ നിന്ന് ഇല്ലാതായാൽ, അടിസ്ഥാനപരമായൊരു മനുഷ്യനുണ്ടാകേണ്ടുന്ന നാണം, ലജ്ജ, ഇത് ഒരാളിൽ നിന്ന് പടച്ചവൻ ഊരിക്കളഞ്ഞാൽ പിന്നെന്താ ചെയ്യുക? അവൻ വെറുക്കുന്നവനും വെറുക്കപ്പെടുന്നവനുമായി മാറും. അങ്ങനെ അവൻ വെറുക്കുന്നവനും വെറുക്കപ്പെടുന്നവനുമായി മാറിയാലോ അവനിൽ നിന്ന് ഉത്തരവാദിത്ത ബോധങ്ങളൊക്കെ നീങ്ങിപ്പോകും. എന്ന് പറഞ്ഞാൽ ലജ്ജ ഇല്ലാകാവുന്നതോടുകൂടി എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുക എന്ന് ഹബീബ് വിശദീകരിക്കാം. അവൻ വെറുക്കുന്നവനും വെറുക്കപ്പെടുന്നവനുമായിട്ട് മാറും. അങ്ങനെയാകുമ്പോൾ അവനിൽ നിന്ന് ഉത്തരവാദിത്ത ബോധം നീങ്ങിപ്പോകും. ഉത്തരവാദിത്ത ബോധം നീങ്ങിപ്പോകുന്നതോടുകൂടി അവൻ വഞ്ചകനും വഞ്ചിക്കപ്പെടുന്നവനുമായിട്ട് മാറും. വഞ്ചകനും വഞ്ചിക്കപ്പെടുന്നവനുമായിട്ട് മാറുമ്പോൾ അവരിൽ നിന്ന് കാരുണ്യത്തിൻ്റെ വികാരം അസ്തമിച്ചു പോകും. ഹബീബ് പറയുക, കാരുണ്യത്തിൻ്റെ വികാരം അവരിൽ നിന്ന് അസ്തമിച്ചു പോകും. കാരുണ്യം നഷ്ടപ്പെടുന്നതോടുകൂടി അവൻ ശപിക്കപ്പെട്ടവനായി മാറും. ശപിക്കപ്പെട്ടവനായി മാറുമ്പോൾ ഇസ്ലാമിൻ്റെ പാശം അവൻ്റെ ചുമലിൽ നിന്ന് ഊരിപ്പോകും. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനിൽ നിന്ന് ഈ ലജ്ജാബോധം അല്ല എടുത്തു കളഞ്ഞാൽ പിന്നെ ഓരോരോ ക്വാളിറ്റി അവനിൽ നിന്ന് അങ്ങനെ ഊരിപ്പോകുകയാണ്. ഏറ്റവും അവസാനം ഇസ്ലാമിൻ്റെ പിടുത്തണ്ടല്ലോ, ഇസ്ലാമിൻ്റെ പാശം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊക്കെ ഇസ്ലാമിൻ്റെ ഒരു കയറിൽ ബന്ധിക്കപ്പെട്ടവരാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെ ഒരു പരിധിയിൽ അവിടെ അങ്ങനെ നിൽക്കുന്നത്, അല്ലേ? നമ്മുടെ കാഴ്ചയും നമ്മുടെ കേൾവിയും നമ്മുടെ നോട്ടവും നമ്മുടെ ചിന്തകളും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഒരു പരിധിക്കപ്പുറത്തേക്ക് കടക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഈമാനുമായി കണക്റ്റഡാണ്. നമ്മൾ വിശ്വാസവുമായി നമ്മളെ കണക്ട് ചെയ്തിരിക്കുന്നു എന്നാണ്, നമ്മളതിൽ കെട്ടിയിട്ടിരിക്കുന്നു എന്നാൽ ലജ്ജ ഇല്ലാതാകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇല്ലാതാകും. അവസാനം ഇസ്ലാമുമായി അവനെ ബന്ധിച്ചിട്ടുള്ള കയറും അല്ല ഊരിക്കളയുന്ന പറയണത്. നോക്കൂ നിങ്ങൾ, എത്ര സത്യമായ വർത്താനാണത്. ഒരാൾക്ക് ലജ്ജ ഇല്ലെങ്കിൽ അവൻ എന്ത് തോന്നിയാവാസം ചെയ്യും, അങ്ങനെയല്ലേ? അവനിൽ നിന്ന് ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകും. ലജ്ജ ഒരു മനുഷ്യനിൽ ഇല്ലെങ്കിൽ ഈമാനും വിശ്വസ്തതയും മനുഷ്യത്വവും കാരുണ്യവും ഒക്കെ അവന് നഷ്ടപ്പെടും. ഇത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കണതാ. നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തേക്കൊന്ന്, ചുറ്റുപാടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടും കൂട്ടരെ. തിന്മ കാണാതിരിക്കുക മാത്രമല്ല, ലജ്ജ എന്ന് പറയുന്നത് വളരെ വിശാലമായി ബന്ധപ്പെട്ട് കിടക്കുന്നൊരു കാര്യമാണ്. ആക്സിഡന്റ് പെട്ട് ഒരു അപകടത്തിൽപ്പെട്ടൊരു രോഗിയെ ആശുപത്രിയിലെത്തിച്ച് മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രോഗിയെ ഇത്ര ലക്ഷം കെട്ടിവച്ചാലേ തിയേറ്ററിൽ കയറ്റാൻ പറ്റൂ എന്ന് ഒരു ഡോക്ടറോ ഒരു മാനേജ്മെൻറ്റോ നിർബന്ധ ബുദ്ധി കാണിക്കുന്നുണ്ടെങ്കിൽ അവൻക്ക് ലജ്ജല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കാരുണ്യം അവൻക്ക് നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. തനിക്ക് എടുക്കുന്ന ജോലിക്ക് അർഹതപ്പെട്ട ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴും അപ്പുറത്തുനിന്ന് കൈക്കൂലി വാങ്ങാനുള്ള മനസ്സൊരുത്തം കാണിക്കുന്നുണ്ടെങ്കിൽ അവൻക്ക് തീരെ ലജ്ജാബോധമല്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതിലൊക്കെ നിങ്ങൾ വായിച്ചില്ലേ, സ്വന്തം ഭാര്യയുടെ സ്വർണ്ണക്കപ്പാടെടുത്ത് മോട്ടിച്ചു കൊണ്ടുപോയി വിറ്റു ഒരുത്തൻ, സ്വന്തം ഭർത്താവ്. അവസാനം അവൻ തന്നെ പോയി കേസും കൊടുത്തു, സ്വർണ്ണാരോ മോട്ടിച്ചു കൊണ്ടുപോയി എന്ന്. ചില ചിത്രങ്ങൾ പറഞ്ഞു തരികയാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് എന്താ പറഞ്ഞേ? അല്ലാഹ് ഒരാളെ വെറുത്താൽ, ഒരാളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ ആദ്യം ഊരിപ്പോവുക, ഊരിക്കളയുക ലജ്ജയാണ്. ആ ലജ്ജ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഓരോന്നായിട്ട് പോകും. കാരുണ്യം പോകും, എല്ലാം അവനോട് നഷ്ടപ്പെട്ടു പോകും. അവസാനം ഈമാൻ തന്നെ ഇല്ലാണ്ടായി പോകുന്ന. അങ്ങനെ വരുമ്പോഴാണ് ഉലൈക കൽ അൻആം ബൽ ഹും അളൽ എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. അവൻ മൃഗത്തെ പോലെ അല്ല, മൃഗത്തേക്കാൾ അധപ്പതിച്ചവരായിട്ട് മനുഷ്യൻ മാറുക എപ്പോഴാ? ഇത്തരം ഒരു സാഹചര്യത്തിലാണ്. ഇത്ര കൃത്യമാണ് വർത്തമാനം.
ലജ്ജ എന്ന് പറയുന്ന ഗുണമില്ലാതാകുമ്പോൾ എല്ലാം പോയി 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 അവസാനം അവൻ മൃഗത്തേക്കാൾ വൃത്തികെട്ടവനായി, മൃഗത്തേക്കാൾ അധപ്പതിച്ചവനായി മാറുമെന്ന് വിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ ഇത്തരം ആളുകളെ കുറിച്ചാണ്. നമ്മളെ സ്റ്റാൻഡ് എവിടെ നമ്മൾ ആലോചിക്കണം. നമ്മളെവിടെ നിൽക്കുന്നു ഇത്തരം വിഷയങ്ങളെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറയാൻ, ഇസ്തഹ്യൂ മിനല്ലാഹി ഹഖൽ ഹയാ, നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ ലജ്ജിക്കേണ്ട വിധം ലജ്ജിക്കണം. അല്ലാഹുവിന്റെ മുമ്പിൽ നിങ്ങൾക്ക് ലജ്ജയുണ്ടാകണം. ഖുൽനാ യാ റസൂലല്ലാഹ് ഇന്നാ ലനസ്തഹി വൽഹംദുലില്ലാഹ്. അപ്പോൾ അവർ പറയാ, റസൂലെ ഞങ്ങൾ അള്ളാഹിന്റെ മുമ്പിൽ ലജ്ജിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് നാണമൊക്കെ ഉണ്ടല്ലോ എന്ന രീതിയിൽ അവർ തിരിച്ചു പറഞ്ഞു. ഈ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു, എന്നാ നിങ്ങൾ വിചാരിക്കണതല്ല ലജ്ജ എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾക്ക് ലജ്ജയുണ്ടാകണം. എന്താ അതുകൊണ്ട് റസൂൽ അങ്ങനെ വിശദീകരിച്ചു കൊടുക്കുക, നിങ്ങളുടെ തലയും അത് ഉൾക്കൊള്ളുന്നതും നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങളുടെ വയറും അത് ഉൾക്കൊള്ളുന്നത് നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ മരണത്തെയും നാശത്തെയും ഓർത്തുകൊണ്ടിരിക്കണം. പാരത്രിക ലോകം ആഗ്രഹിക്കുന്നവർ ഐഹികമായ ആഡംബരങ്ങൾ ഉപേക്ഷിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവനാണ് അള്ളാഹിന്റെ മുമ്പിൽ യഥാർത്ഥത്തിൽ ലജ്ജ കാണിക്കുന്നവനെന്ന് റസൂൽ അവിടെ തിരുത്തി കൊടുക്കാൻ 3 കാര്യങ്ങളാണ് പറഞ്ഞേ. ഒന്ന്, തല ഉൾക്കൊള്ളുന്നതിനെയും സൂക്ഷിക്കണം. കണ്ണ്, ഈ തലയിൽ എന്തൊക്കെ പെടും? കണ്ണ്, ചെവി, ചിന്ത, നാവ്, ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെയും ഉണ്ടാകണം. അവിടേക്കെയും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതൊക്കെയും ഉപയോഗപ്പെടുത്തുന്നിടത്ത് ആ ഒരു ബോധമുണ്ടാക്കിയെടുക്കാൻ കഴിയണം, ലജ്ജാബോധം. ഞാനതാ തുടക്കത്തിൽ പറഞ്ഞതേ, അള്ളാഹു ഇഷ്ടപ്പെടാത്തൊരു കാര്യം ചെയ്യേണ്ടി വരുമ്പോൾ നമ്മിൽ നിന്ന് ഇല്ലാതായി പോകുന്നൊരു ഗുണമെന്തോ അതിനെയാണ് ലജ്ജ എന്ന് പറയുന്നത്. അപ്പം ഈ പറഞ്ഞതൊക്കെ ആ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയണം. വയറും അതുൾക്കൊള്ളുന്നതും അങ്ങനെയാ, അതിനെയും അങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയണം. മരണത്തെ ഓർക്കാൻ കഴിയണം. ഇതിൻ്റെയൊക്കെ അഭാവം മനുഷ്യനെ ഈ അർത്ഥത്തിലേക്ക് വഴിമാറ്റിവിടുമെന്നാണ് പറഞ്ഞത്. ഒരിക്കലും ഉമർ അല്ലാഹു പറഞ്ഞത്, മൻ ഖല്ല ഹയാഉഹു ഖല്ല വറഅഹു, ഒരാളിൽ നിന്ന് ലജ്ജ കുറഞ്ഞാൽ അവൻ്റെ സൂക്ഷ്മത ഇല്ലാതാകും. ഒരാൾക്ക് ലജ്ജ ഇല്ലാണ്ടായാൽ അവനക്ക് തക്കവല്ലാണ്ടാകുന്നു. വമൻ ഖല്ല വറഅഹു മാത ഖൽബുഹു, ഒരുത്തന് തക്കവ ഇല്ലാതായാൽ അവൻ്റെ ഹൃദയവും മരിക്കും. ശരിക്കും വറഅ എന്നൊക്കെ പറഞ്ഞാൽ നേർക്കുനേരെ തക്കവ എന്നല്ല കേട്ടോ. വറഅ എന്നൊക്കെ ഹദീസിൽ വേറെ പ്രയോഗിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ തെറ്റിലേക്ക് പോകുമോ എന്ന പേടി കാരണം തെറ്റല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് പോലും മാറി നിൽക്കുക, അതിനാണ് വറഅ എന്നൊക്കെ പറയുക. ഇപ്പം ഇവിടെ ഉമർ തന്നെ പറയണ എന്താ, ഒരാൾക്ക് ലജ്ജ ഇല്ലെങ്കിൽ ആ ബോധം എനിക്ക് നഷ്ടപ്പെടും, അതില്ലാതാകുമ്പോഴോ അവന് ഹൃദയം മരിക്കുമെന്നാണ് ആ പറയുന്നത്. കണ്ടോ, ഇതൊക്കെ നമ്മളെ ശ്രദ്ധയിലുണ്ടാകണം. അറബി ഭാഷയിൽ മനുഷ്യൻ്റെ ജീവിതത്തിന് ഹയാത്ത് എന്നാണ് പറയുക. ഹയാത്ത് മഴയ്ക്ക് പ്രയോഗിക്കുന്നൊരു പദമുണ്ട്, ഹയ്യൻ എന്ന് മഴയ്ക്ക് പറയാറുണ്ട്. ലജ്ജയ്ക്ക് പറയുക ഹയാ എന്നാണ്. ഹയാത്ത് ജീവിതം, ഹയ്യൻ മഴ, ഹയാ എന്ന് പറഞ്ഞാൽ ലജ്ജ. എന്താ ഇത് മൂന്നും തമ്മിലുള്ള ബന്ധം എന്നറിയോ? അതിനെ ചേർത്തിട്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഈ മഴയ്ക്ക് പറയുന്ന ഹയ്യൻ എന്ന വാക്കും ലജ്ജയ്ക്ക് പറയുന്ന ഹയാ എന്ന വാക്കും ഉണ്ടായത് ജീവിതത്തിന് പറയുന്ന ഹയാത്തിൽ നിന്നാണ്. എന്താ തമ്മിലെ ബന്ധം? എന്താ? ഭൂമിയിൽ മനുഷ്യന്റെ ജീവനും ജീവിതത്തിനും വെള്ളം എത്ര കണ്ട് അനിവാര്യമാണോ അത്ര തന്നെ മനുഷ്യ ജീവിതത്തിന് അനിവാര്യമായ ഒന്നാണ് ലജ്ജ എന്ന് പറയുന്ന ഗുണം എന്നാണ് ഈ 3 പദങ്ങളെയും ചേർത്ത് ബന്ധിപ്പിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സത്യവിശ്വാസികളാണ് നമ്മളെങ്കിൽ ചില പരിധികളും നിയന്ത്രണങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകണം. അതേ എന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കൂ എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകാനോ കൈമോശം സംഭവിക്കാനോ പാടില്ലാത്ത ഒന്നാണ് കൂട്ടരെ ലജ്ജ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞല്ലോ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശദ്ദു ഹയാഅൻ മിനൽ ഗദറാഇ ഫീ ഹിദ്രിഹ, ഒരു മണിയറക്കകത്തിരിക്കുന്ന കന്യകയേക്കാൾ നാണമുള്ളവനായിരുന്നു റസൂൽ എന്ന, എത്രത്തോളം നാണമുണ്ടായിരുന്നു റസൂൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റസൂൽ ഒരു നാണം കുണുങ്ങിയായിരുന്നു എന്നല്ല കേട്ടോ പറഞ്ഞതിനർത്ഥം. അതിൻ്റെ അർത്ഥം മനസ്സിലാകണമല്ലോ, ഹദീസിന് അവസാനം കൂടി നമ്മൾ കേൾക്കണം. വൈദാ കരിഹ ശൈഅൻ ഉരിഫ ഫീ വജ്ഹിഹി. എന്താ റസൂലിൻ്റെ നാണെന്ന് പറഞ്ഞാൽ റസൂലിന് ഭയങ്കര ലജ്ജയായിരുന്നു. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഒരു വിശ്വാസിയുടെ പ്രകൃതത്തിന് ചേരാത്ത എന്തെങ്കിലും ഒന്ന് റസൂല് കണ്ടാൽ
അതിൻ്റെ വിമുഖത റസൂലിൻ്റെ മുഖത്ത് പ്രകടമാകുമായിരുന്നു എന്നാണ്. അങ്ങനെ ഉണ്ടല്ലോ, നല്ലതല്ലാത്തൊരു കാര്യം, ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, കേൾക്കാൻ പറ്റാത്തൊരു കാര്യം, കാണാൻ പറ്റാത്തൊരു കാര്യം മുമ്പിൽ വരുമ്പോൾ ലജ്ജയുള്ളവർക്കുണ്ടാകുന്ന ഒരു തരം മാനസികാവസ്ഥ ഉണ്ടല്ലോ, അതിനെപ്പറ്റിയാണ് ഈ പറയുന്നത്. അങ്ങനത്തെ വല്ലതും കാണുമ്പോൾ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ മുഖത്തതിൻ്റെ വിമുഖത പ്രകടമാകുമായിരുന്നു എന്നാണ്. അത്രത്തോളം ലജ്ജ റസൂൽ കാത്തു സൂക്ഷിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്, ഇന്നൽ ഹയാ വൽ ഈമാന ഖുരിനാ ജമീഅ ഫഇദാ റുഫിഅ അഹദുഹുമാ റുഫിഅ അൽ-ആഖർ. തീർച്ചയായും ലജ്ജയും ഈമാനും പരസ്പരം ബന്ധിക്കപ്പെട്ടതാണ്. ഇതിലേതെങ്കിലും ഒന്ന് പോയാൽ മറ്റേതും പോകുന്നതാണ്. ലജ്ജയും ഈമാനും പരസ്പരം ബന്ധിതമാണ്. ഇതിലൊന്നില്ലെങ്കിൽ മറ്റൊന്ന് പോകുമെന്ന എന്ന് പറഞ്ഞാൽ, ഒരു വിശ്വാസിയിൽ നിന്ന്, ഒരു മനുഷ്യനിൽ നിന്ന് ലജ്ജ നഷ്ടപ്പെട്ടാൽ അവൻ്റെ ഈമാനും നഷ്ടപ്പെടും. ഇനി ഒരുവൻ്റെ ഈമാൻ പോയാലോ അവനക്ക് ലജ്ജ ഉണ്ടാകൂല. ഒന്ന് പോയോ മറ്റൊന്നും പോകുമെന്നാണ് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ. അതുകൊണ്ടാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്, ഒരു വിശ്വാസിയായിരിക്കുമ്പോൾ മദ്യപിക്കൂല എന്നാ. ഒരു വിശ്വാസിയായിരിക്കുമ്പോൾ വ്യഭിചരിക്കൂല എന്നാണ്. ഒരു വിശ്വാസിയായിരിക്കുമ്പോൾ തിന്മകൾ ചെയ്യൂല എന്നാണ്. ഇത് രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റൂല. എന്താ പറഞ്ഞെന്നറിയോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ, ഒരു വിശ്വാസി എങ്ങനെയെങ്ങാനും ഒരു തെറ്റ് ചെയ്യാൽ, ആ തെറ്റ് ചെയ്യുമ്പോൾ അവൻ്റെ ഈമാൻ അവനിൽ നിന്നുകൊണ്ട് ഉയർന്നു പോകുന്ന. ഒരു മനുഷ്യർ തെറ്റ് ചെയ്യുമ്പോൾ ആ ഈമാൻ അവനിൽ നിന്നങ്ങോട്ട് ഉയർന്നു പോയിട്ട് അതിങ്ങനെ ആകാശത്ത് ഉയർന്നു നിൽക്കുന്നതാണ് ആ പറയണത്. എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യം കൂടി സാന്ദർഭികമായിട്ട് മനസ്സിലാക്കുക. അങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മരണപ്പെട്ടാൽ ഈമാനില്ലാത്ത മരണമെന്ന് കൂടി മനസ്സിലാക്കുക. ഈമാൻ അവരിൽ നിന്നുകൊണ്ട് ഉയർന്നു പോകും, ലജ്ജയും ഉയർന്നു പോകും. കാരണം ഈ ലജ്ജ ഇല്ലാത്താകുമ്പോഴാണുള്ളത് ചെയ്യുക. അത് അപ്പോൾ രണ്ടും ഉണ്ടാവില്ല, ലജ്ജ ഉണ്ടാവില്ല, ഈമാനും ഉണ്ടാവില്ല എന്നാ. ഇത് രണ്ടും പരസ്പര ബന്ധിതമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞു വന്നത് പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പുതിയ കാലഘട്ടത്തിലൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണത് ലജ്ജ എന്ന് പറയുന്നത്. വളരെ ബോധപൂർവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് ലജ്ജ എന്ന് പറയുന്ന ബോധത്തെ. ഒരിക്കൽ അബൂ ഹാമിദ് അദ്ദേഹം ഒരു കവിത ചൊല്ലുകയാണ്. കവിത ചൊല്ലുമ്പോൾ അവിടെ ഇമാം അഹ്മദിനെ പോലുള്ള മഹാന്മാരൊക്കെ ആ സദസ്സിലുണ്ട്. ആ കവിതയുടെ വരി ഇങ്ങനെയാണ്, അതിൻ്റെ ആശയം ഇങ്ങനെയാണ്. എന്താ? അള്ള പറയുകയാണ്, മനുഷ്യനോട് അള്ള പറയുന്ന ഒരു രംഗമാണ് അതിലുള്ളത്. എന്താണത്? എന്നോട് അനുസരണക്കേട് കാണിക്കാൻ നിനക്ക് നാണം തോന്നിയില്ല അല്ലേ? എന്നോട് അനുസരണക്കേട് കാണിക്കാൻ നിനക്കൊരു ലജ്ജയും തോന്നിയില്ല അല്ലേ? നിന്റെ തെറ്റുകൾ മറ്റുള്ളവരിൽ നിന്നും നീ ലജ്ജ കാരണം മറച്ചു വെച്ചു. പക്ഷേ ഞാനത് കാണുന്നതിൽ നിനക്കൊരു ലജ്ജയും മടിയും ഉണ്ടായിരുന്നില്ല. ഇതാണ് ആ കവിതയുടെ അർത്ഥം. അള്ള പറയുകയാണ് മനുഷ്യനോട്, നാളെ എന്നോട് അനുസരണക്കേട് കാണിക്കുന്ന കാര്യത്തിൽ നിനക്ക് ഒരു നാണോ മാനോ ഉണ്ടായിരുന്നില്ല. എന്നാൽ നാട്ടുകാരും അയൽവാസികളും മറ്റുള്ളവരെ കാണാൻ ആ വിഷയത്തിൽ നിനക്ക് വലിയ ലജ്ജയായിരുന്നു. അത് കാരണമാക്കി നീ മറച്ചു വെച്ചു. പക്ഷെ ഞാനതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യം നിനക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. ഒരു നാണോ മാനും നിനക്ക് ഉണ്ടായിരുന്നില്ല എൻ്റെ കാര്യത്തിൽ. ഇത് കേട്ടപ്പോൾ ഇമാം അഹ്മദ് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഈ കവിത ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആശയം വരുന്ന ഈ വരികൾ അദ്ദേഹം ഒന്നുകൂടി ചൊല്ലിക്കൊടുത്തു. ഇത് കേട്ട ഉടനെ ഇമാം അഹ്മദ് അവിടെ നിന്ന് വളരെ ധൃതി പിടിച്ചിറങ്ങിപ്പോയി എന്നാണ്. ഇറങ്ങിപ്പോവുക മാത്രമല്ല, അദ്ദേഹം വീട്ടിൽ പോയി വാതിലടച്ചിരുന്നു. ചരിത്രം പഠിപ്പിക്കുന്നത് വാതിലടച്ചിരുന്ന് തേങ്ങിക്കരയുന്ന കരച്ചിലിൻ്റെ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു എന്ന് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞതായ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയും. കണ്ടോ? എന്ന് പറഞ്ഞാൽ അള്ളാഹുവോട് അനുസരണക്കേട് കാണിക്കുന്നിടത്ത്, പടച്ചോനെ ധിക്കരിക്കുന്നിടത്ത് നിനക്ക് ഒരു നാണോ മാനം ഉണ്ടായിരുന്നില്ല. എന്നാൽ ജനങ്ങൾ കാണുമ്പോൾ നിനക്ക് ലജ്ജയൊക്കെ ഉണ്ടായിരുന്നു. അതേസമയം ഞാനതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നതിനെക്കുറിച്ച് നിനക്കൊരു ലജ്ജയും ബോധമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇതാ ഖുർആനും പറഞ്ഞത്, ഞാൻ ഓതി വെച്ച ആയത്തുണ്ടല്ലോ, യസ്തഖ്ഫൂന മിനന്നാസി വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. ചില ആളുകൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ജനങ്ങൾ കാണുന്നതിനെക്കുറിച്ച് അവർക്ക് ലജ്ജയും ബോധമൊക്കെ ഉണ്ട്, പക്ഷെ അള്ളാഹ് കാണുന്നതിനെക്കുറിച്ച് ലജ്ജ അല്ല എന്നാ. വളരെ കൃത്യമല്ലേ പറയണ വർത്താനം നോക്കി നിങ്ങൾ അല്ലേ? മനുഷ്യന്മാർ ആളുകളുടെ മുമ്പിൽ തെറ്റ് ചെയ്യോ? ആളുകൾക്ക് മുമ്പിൽ ആളുകൾ പരസ്പരം തെറ്റ് ചെയ്യോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാ? ഈ ലജ്ജാബോധം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ കാണാമറിയത്ത് വെച്ച് മനുഷ്യന്മാർ തെറ്റുകൾ ചെയ്യും. കാരണം മനുഷ്യന്മാർ കാണുമ്പോൾ ലജ്ജ ഉണ്ട്, അതുകൊണ്ടാണ്. പക്ഷെ അള്ളാഹ് ചോദിക്കണം എന്താ?
എടോ, മനുഷ്യന്മാർ കാണുമ്പോൾ നിനക്ക് ലജ്ജുണ്ട്, നീ തെറ്റുകൾ മറച്ചു വെച്ച് ചെയ്തു. അതേസമയം മനുഷ്യന്മാർ നിന്നെ കാണുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ കണ്ടുകൊണ്ടേയിരിക്കല്ലേ. നീ ചെയ്യുന്നതൊക്കെയും ഏത് കൂരിരുട്ടാണെങ്കിലും ഞാൻ നിന്നെ കണ്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആ ലജ്ജയും നാണവും മാനവും നിനക്കുണ്ടായിരുന്നില്ലേ? ഇപ്പൊ നിനക്കൊന്ന് പരസ്യമായിട്ടത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നാളെ പരലോകത്ത് നിന്ന് ചോദിക്കുന്ന ആ രംഗമൊക്കെ നമ്മൾ ഓർത്ത് നോക്കിയ കൂട്ടരെ ആലോചിക്കേണ്ടതാ. തിരുത്താനുള്ളതൊക്കെ തിരുത്തണം. 3-4 വിഭാഗം ആളുകൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയണത്. 4 വിഭാഗം. ഒന്ന് അള്ളയാണ്. അള്ള എപ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ട്. പിന്നെ 2 മലക്കുകളാണ്. 2 മലക്കുകളുണ്ടല്ലോ, ഓല് എപ്പോഴും നമ്മളെ കൂടെ ഉണ്ട്. 3-മത്തത് പിശാചാ, 4-മത്തത് പിശാചാണ്. അള്ള, 2 മലക്കുകൾ, 4-മത്തെ പിശാചാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിശാചിനാ. നമ്മുടെ നാണവും മാനവും ലജ്ജയും എല്ലാ സഭ്യതയും ഇല്ലാതാക്കാൻ പിശാച് പണിയെടുത്തുകൊണ്ടിരിക്കും. നമ്മുടെ ലജ്ജയെ തന്നെ അവൻ ഊരിക്കളയുകയും ചെയ്യും. അതുകൊണ്ട് ഈ തിരിച്ചറിവൊക്കെ നമുക്കുണ്ടാകണം. അള്ളാഹു എല്ലാം കാണുന്നുണ്ട് എന്ന കൃത്യമായ ബോധ്യമുണ്ടായിട്ടും ഒരു ലജ്ജയുമില്ലാതെ അള്ളാഹ് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അവസ്ഥ ഒരിക്കലും നമ്മുടെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പാടില്ല. ഈ ലജ്ജാബോധത്തിനാണ് ഇഹ്സാൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശദീകരിക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ചിന്തയും പ്രാർത്ഥനയൊക്കെ എങ്ങനെയായിരിക്കണം എന്നറിയോ? പടച്ച റബ്ബേ, എൻ്റെ പരസ്യം നന്നാക്കിയ പോലെ എൻ്റെ രഹസ്യം നീ നന്നാക്കി തരണേ. ആളുകൾക്ക് മുമ്പിൽ, സമൂഹത്തിന് മുമ്പിൽ ഞാൻ എൻ്റെ ലജ്ജാബോധത്തെ എങ്ങനെ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ അതുപോലെ എൻ്റെ രഹസ്യ ജീവിതത്തിലും ഈ ലജ്ജാശീലത്തെ കാത്തു സൂക്ഷിക്കാനുള്ളൊരു സാഹചര്യം തരണേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. ആളുകൾക്ക് മുമ്പിൽ ഞാൻ എത്രത്തോളം എൻ്റെ മാന്യതയും ഡീസൻസിയും ഞാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ അതുപോലെ ഏകാന്തതയിലും രഹസ്യത്തിലും എൻ്റെ മാന്യത കാത്തു സൂക്ഷിക്കാൻ എന്നെ സഹായിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും അനിവാര്യമായും നേടിയെടുക്കേണ്ടുന്ന ഒന്നാണ് ഈ ലജ്ജ എന്ന് പറയുന്ന ബോധം. പക്ഷെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. അതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെയൊക്കെ ക്യാമ്പസുകളുടെ പരിസരത്തുള്ള ബസ് സ്റ്റോപ്പുകളിൽ കോളേജും സ്കൂളൊക്കെ വിടുമെന്ന് പോയി നിന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം ലജ്ജാശീലം നഷ്ടപ്പെട്ട, ഒരു നാണവും മാനവും ഇല്ലാത്തൊരു തലമുറയായിട്ടാണ് നമ്മുടെ പുതിയ തലമുറകൾ വളർന്നു വരും നമ്മൾ കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയമുള്ളവരെ, എല്ലാ അർത്ഥത്തിലും ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും ഈ ലജ്ജ എന്ന് പറയുന്ന ബോധത്തെ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം, സാധിക്കണം. നമ്മൾ ശ്രമിക്കുന്നില്ലെങ്കിൽ, തിരുത്തേണ്ടിടത്ത് തിരുത്തിക്കൊടുക്കാൻ ഉള്ള ആർജവം നമുക്കില്ലെങ്കിൽ, ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തിരി വിശ്വാസികളായ നമ്മൾ നിശബ്ദമായാൽ അധികം വൈകാതെ ഈ ലോകമെന്ന് പറയുന്നത് നാണം കെട്ടവരുടെ ഒരു സമൂഹമായിട്ട് മാറും. ഒരു സംശയമില്ല. ഇപ്പം തന്നെ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ പത്രത്തിലും മറ്റൊക്കെ വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് വാർത്തകളുണ്ട്. ഈ മെമ്പറിൽ വെച്ച് ഞാനൊന്നും നിങ്ങളോട് പറയുന്നില്ല. ഇപ്പോഴേ നമ്മൾ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹം, ലോകം. അപ്പോൾ നമ്മൾ നമ്മുടെ റോള് കൂടി തിരിച്ചറിയണം. അതാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്. അവനവൻ്റെ ജീവിതത്തിൽ ഈ ലജ്ജാബോധം ഉണ്ടാക്കിയെടുക്കുന്നതോടൊപ്പം നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സൊസൈറ്റിക്കകത്തും ഈ ഒരു മൂല്യത്തെ നട്ടുവളർത്താൻ, ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം, നമുക്ക് സാധിക്കണം. അതില്ലെങ്കിൽ അതിൻ്റെ പരിണിതികളും ദുരന്തങ്ങളും ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല നമ്മുടെ കുടുംബജീവിതത്തിൽ പോലും അനുഭവിക്കേണ്ടി വരുമെന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ഈ ഹയ എന്ന് പറയുന്ന, ലജ്ജ എന്ന് പറയുന്ന ഈ ഒരു ഗുണത്തെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന, ലജ്ജാബോധം കാത്തു സൂക്ഷിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.